ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വടാപ്പാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായി വടാപ്പാവിൻ്റെ വട ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് വലുത് 2 എണ്ണം പുഴുങ്ങി ഉടച്ചെടുത്തത്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, വറുക്കാൻ ആവശ്യമായ എണ്ണ, കടലമാവ് 1 ബൗൾ, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഇപ്പോൾ നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൈവച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇത് നന്നായി കുഴച്ചതിന് ശേഷം നമുക്കത് ചെറിയ ഉരുളകളായി ഉരുട്ടി അതൊരു കട്ട്ലറ്റിൻ്റെ പരുവത്തിൽ കൈവച്ചൊന്ന് പരത്തിയിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ബൗൾ കടലമാവ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാൻ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായതിന് ശേഷം റെഡിയാക്കി വെച്ചിരുന്ന വട മാവിൽ മുക്കി നമുക്ക് അതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ വടാപ്പാവിനുള്ള വട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ മുളക് കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇത് വെറും മുളകല്ല, ഇത് ഒരു ശകലം വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് 1/2 മണിക്കൂർ ആ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് എരിവ് കുറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഇതുകൂടെ വറുത്തെടുക്കാം. അടുത്തതായി പാവിൽ പുരട്ടാൻ നമുക്ക് ഒരു ചട്നി തയ്യാറാക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ ചിരകിയത് 1 കപ്പ്, കപ്പലണ്ടി തൊലി കളഞ്ഞത് 1/4 കപ്പ്, വെളുത്തുള്ളി 4 അല്ലി, മുളക് പൊടി 1 ടീസ്പൂൺ. ഇപ്പോൾ നമുക്ക് ചട്നിക്ക് ആവശ്യമായ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇത് ചെറുതായി ഒന്ന് മൂത്ത് വരുന്ന സ്റ്റേജിൽ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരുന്ന കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് ചെറുതായി ചൂടായതിന് ശേഷം മുളക് പൊടിയും ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് ചൂടാക്കുക. അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ആറിയ ഉടനെ നമുക്ക് ഒരല്പം ഉപ്പും ചേർത്ത് മിക്സി ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരല്പം വെണ്ണ തടവി ഈ പാവൊന്ന് ചുട്ടെടുക്കാം. പാവ് നമ്മൾ അതിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പാവിലേക്ക് അരച്ച് വെച്ചിരുന്ന ചട്നി ഒന്ന് പുരട്ടി കൊടുക്കാം. ഈ ചട്നിയിൽ ഞാൻ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തതാണ്. എങ്കിലേ നമുക്ക് ഇതിൽ പുരട്ടാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചിരുന്ന വട അതിലേക്ക് വെച്ച് ഒരു ചെറിയ സവാളയും വട്ടത്തിൽ മുറിച്ച സവാളയും നമുക്ക് അതിന് മുകളിൽ വെച്ച് പാവ് മൂടിയിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പോൾ വടാപ്പാവ് റെഡി.
ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.